നിഖിൽ പ്രമേഷാണ് ജയൻ സ്മാരകത്തിൽ നമ്മൾ ഒപ്പം ചേരുന്നത്. ഓവർ ടു നിഖിൽ പ്രമേഷ്. നിഖിൽ, നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലേ? ഹായ്. അപ്പൊ കുട്ടികളെ നിങ്ങളെല്ലാം കണ്ടു. നമുക്കൊന്ന് ജയന്റെ കാര്യം കേട്ടിട്ട് നിഖിൽ പ്രമേഷ് തേവള്ളിയിലാണ് ഉള്ളത്. സ്കേൻ തേവള്ളിയിൽ ജയൻ സ്മാരകം നമുക്ക് കാണാൻ കഴിയും. അവിടെ എത്തുമ്പോൾ ഭയങ്കര അനശ്വര നടൻ്റെ ഓർമ്മകൾ നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ കടന്നു വരും. അദ്ദേഹത്തിൻ്റെ വീടും ഇതിന് പുറകിൽ തന്നെയായിരുന്നു. പക്ഷെ നമുക്കറിയാം ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സാഹചര്യം, അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോൾ ഇല്ല, അത് സംരക്ഷിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതൊരു വേദനയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും ആ ചിത്രം നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ആ പ്രതിമ തീർത്തിട്ടുള്ളത്. ഒരു ജീവനുള്ള മനുഷ്യൻ കണക്കെ നമുക്ക് അദ്ദേഹത്തെ അനുഭവപ്പെടുന്നു. മരിച്ചിട്ട് ഇത്ര അധികം വർഷങ്ങളായിട്ടും ജയൻ ആളുകളുടെ ഇടയിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം അവശേഷിപ്പിച്ചിട്ടുള്ള കഥാപാത്രം. ഓരോ കഥാപാത്രങ്ങളും മലയാളിയുടെ മനസ്സിൽ അത്രയധികം ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തെ വളരെ നന്നായി അറിയാവുന്ന വിനയൻ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. താങ്കൾ എന്നോട് പറഞ്ഞു ഇതിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പം ജയൻ ഈ വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാമായിരുന്നു എന്ന്. എങ്ങനെയാണ് താങ്കൾ അത് ഓർത്തെടുക്കുന്നത്? ഞാൻ സിനിമാ ലോകത്ത് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ 74-ലാണ്. നിങ്ങൾക്ക് കൃഷ്ണൻ നായരാണ് നായരാ വീട്ടിലെ അമ്മ വിളിക്കുന്നത്. വീട്ടുപേര് കൃഷ്ണൻ നായർ. ഞങ്ങളൊക്കെ വിളിക്കുന്ന ബേബി അണ്ണാന്ന്. ബേബി അണ്ണ. സിനിമാ ലോകത്ത് കടന്നതിന് ശേഷമാണ് ജയൻ എന്നൊരു അഡ്രസ്സ് കിട്ടുന്നത്. അല്ലാതെ പിന്നെ നേരത്തെ ഞങ്ങൾ ജയൻ എന്നൊന്നും അറിയുന്നില്ല. ഞങ്ങൾ ബേബി അണ്ണ എന്ത് വിശേഷം ഉണ്ടായാലും ഞങ്ങൾ ചോദിക്കാറുണ്ട്. ഇതിന്റെ വീട് ഇതിന് പുറകിലായിരുന്നു. അതിൻ്റെ ബാക്കിൽ 4 സെൻറ്റ് സ്ഥലവും വീടും അനിയനും ചേട്ടനും ഇവിടെ താമസിച്ചത്. പുള്ളി ജോലി സംബന്ധമായിട്ട് പുറത്തോട്ട് പോയതാണ്, എറണാകുളം, കൊച്ചി ആ ഭാഗങ്ങളിൽ. അപ്പോഴാണ് 74-ലാണ് സിനിമാ ലോകത്തോട്ട് ശാപമോഷം എന്നൊരു പടം ജോഷി പുള്ളിയെ വിളിച്ച് പറഞ്ഞ് അവർ ബേബി എന്നാണ് വിളിക്കുന്നത്. അവർ തമ്മിലെ സുഹൃത്തുക്കളെ. ബേബിയുടെ ഒരു മുഖം കൊള് സിനിമയിലോട്ട് അങ്ങനെയാണ് 4 റോളിലാണ് അതിനകത്ത് അഭിനയിക്കുന്നത് നന്ദിത ബോസുമായിട്ട്. അദ്ദേഹത്തിന് അന്ന് തന്നെ ഒരു വലിയ ഉയരങ്ങളിൽ എത്തണം എന്നുള്ള വലിയ ആഗ്രഹം ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം ഉണ്ട്. അതിനെ ഹെൽപ്പ് ചെയ്യാൻ പ്രേമനസരും സഹായിച്ചു ഒരുപാട് നല്ല രീതിയിൽ. അദ്ദേഹം വയ്യാതെ ഇരിക്കുകയായിരുന്നു. നമ്മൾ ജയനെക്കുറിച്ച് സംസാരിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കുളിച്ചൊരുങ്ങി ഇവിടേക്ക് എത്തിച്ചേർന്നതാണ്. എങ്ങനെയാണ് നിങ്ങൾ നാട്ടുകാർ ജയനെ ഓർക്കുന്നത്? ഞങ്ങളുടെ ഹൃദയത്തിൽ തീർച്ചയില്ല. എല്ലാ വർഷവും ഞാൻ ജയൻ്റെ പേര് ക്ലബ്ബ് തന്നെ ആശ്രമത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം 8 വർഷമായി. ദീപക് ഇങ്ങോട്ട് വന്നല്ലേ? 50ഓളം ഇതുണ്ട്. അടുത്ത ക്ലബ്ബുണ്ട്, ഫുട്ബോൾ ക്ലബ്ബുണ്ട്. അപ്പോൾ എല്ലാ വർഷവും വാർഷിക നടത്തിട്ട് ബാഗിൽ തന്നെ ക്ലബ്ബുണ്ട്. ഇവരാണ് എൻ്റെ ഡയലോഗ് എന്തെങ്കിലും പെട്ടെന്ന് ഒന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞാലൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ജയൻ ഇപ്പം 74 സിനിമയിൽ പോയി 6 വർഷമായിട്ട് സിനിമാ ലോകത്തോട്ട് കടന്നു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.